പിതൃവേദിയുടെ നേതൃത്വത്തിലുള്ള കലാസമിതിയുടെ രണ്ടാമത്തെ നാടകം കുഞ്ഞുകുഞ്ഞ ബോയ്സ് 2.0 വലിയ പുരസ്കാരം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മൂന്നലവിന്റെ സ്വന്തം ജയ്സ് മൂന്നലവ് രചന നിർവഹിച്ച, തൃശൂരിന്റെ സ്വന്തം ലൈസൺ തൃശൂർ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഈ നാടകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ നാടകത്തിൽ പള്ളിയിലച്ഛനായിരുന്നെങ്കിൽ ഈ നാടകത്തിൽ പിള്ളേരുടെ അച്ഛനാകാൻ ആഗ്രഹിച്ചുവെങ്കിലും പിള്ളേരുടെ അമ്മച്ചിയായി വരുന്നു സ്പെയർ മാർട്ടിൻ. കോട്ടയം കുഞ്ഞച്ചന് ശേഷം അച്ചായൻ വേഷം കെട്ടാൻ ആരുണ്ടെന്ന ചോദ്യത്തിന് ഉത്തരവുമായി നമ്മളുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളി അച്ചായൻ അരുൺ കാഞ്ഞിരപ്പള്ളി. തമ്മിൽ തമ്മിൽ തട്ടി ഒച്ച കേൾക്കുന്ന കുപ്പികൾക്കിടയിൽ പോലും നാടകത്തിന്റെ രചനകം തട്ടുന്ന മൂന്നലവിന്റെ സ്വന്തം ജയ്സ് മൂന്നലവ്. കുപ്പികൾക്കിടയിൽ നിന്നും ഇറങ്ങി വരൂ ജയ്സ്. ഇതാ ശ്രോതാക്കൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അതെ, പതിവ് പോലെ ഇടത്തുനിന്ന് വരാതെ വലത്തു നിന്നും വരുന്ന ജയ്സ് മൂന്നലവ്. അദ്ദേഹം വീണ്ടും സ്റ്റേജിന്റെ പിൻപുറത്തേക്ക് പോയിരിക്കുകയാണ്. കടന്നു വരൂ സഹോദര. ബോംബുകളെ വെറും കളിപ്പാട്ടങ്ങളായി കാണുന്ന കണ്ണൂരിൻ നാട്ടിൽ നിന്നും വരുന്നു. വായുസേനയിലായിരിക്കുമ്പോൾ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഒരു സ്റ്റേജ് കെട്ടിയതിന് അവിടെ നിന്നും പുറത്താക്കപ്പെട്ട നാടക സ്നേഹി ഷിനോജ് കണ്ണൂർ. ഇനി ഒരു ഉദ്ഘാടനത്തിന് ഹണി റോസിന് അവസരം കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നമ്മുടെ ഷിനോജ് മാത്രമാണ് ഈ ഉദ്ഘാടന വേദിയിൽ തിളങ്ങുവാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ എല്ലാ നാടക കലാവേദികളിലും തന്നെ കഴിവ് തെളിയിച്ച് തന്റെ വ്യക്തിമുദ്ര അവിടെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിന്റെ നാടക ഹൃദയങ്ങളിൽ അരഞ്ഞു നിറങ്ങാടുന്ന നമ്മുടെ സ്വന്തം ജോമി എറണാകുളം. അതൊരു വവ്വാലല്ല, അതൊരു വക്കീലാണ്. ഉണ്ട്, നമുക്കും സ്വന്തമായി ഒരു മഹാനടനുണ്ട്, സരോജ് കുമാർ. ആരായിരിക്കും സരോജ് കുമാർ? അതെ, സൗന്ദര്യത്തിൽ മമ്മൂട്ടി. സ്ത്രീജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു അതുല്യ കലാകാരൻ. അതാ നമ്മുടെ സരോജ് കുമാർ, വയനാടിന്റെ സുന്ദരൻ അരുൺ തോമസ്. സ്വന്തം ജീവിതത്തിൽ 3 കുട്ടികളുടെ അച്ഛനാണെങ്കിലും ഈ നാടകത്തിൽ ഒരു പള്ളിയിലെ അച്ഛനായി ജീവിക്കുകയാണ് നമ്മുടെ നാടക കുലപതി ജോൺ ജോയ്. ലോഹയിൽ കണ്ടപ്പോൾ യഥാർത്ഥ അച്ഛന്മാരെ പോലും വെല്ലുന്ന സൗന്ദര്യം. അപ്പോൾ അടിച്ച ഒരു ബെല്ലോടുകൂടി കുഞ്ഞുകുഞ്ഞ ബോയ്സ് 2.0 ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ ഈ ആദ്യ നാടകം ഞങ്ങളുടെ അവസാനത്തെ നാടകമാകാതിരിക്കാൻ നിങ്ങളുടെ ക്ഷമയും സഹനവും ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. അങ്ങനെ ചിരിച്ചും കളിച്ച് 40 വർഷം കടന്നു പോയത് അറിഞ്ഞില്ല. എടി, ഇന്ന് നമ്മുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടാവോ? അങ്ങനെ പറയില്ല അച്ചായ, മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? അതല്ല അച്ചായ, ഈ വർക്കിച്ചനില്ലെങ്കിൽ ഈ ത്രേസ്യ കുട്ടി ഇല്ല. ഈ ത്രേസ്യ കുട്ടി ഇല്ലെങ്കിലോ
അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്താ? അല്ല, എനിക്ക് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെയും ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നേ, അതാവുമ്പോ ഒരു കുടുംബം നശിക്കുള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. നീ ഇവിടെ ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഈ ഒറ്റപ്പെക്കിന്റെ സുഖമൊക്കെ അനുഭവിച്ചറിയാറുള്ളത്. നമ്മുടെ മക്കളൊക്കെ വരാറായി, നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ ചെല്ലി ഇപ്പൊ വരാം. നിന്റെ അപ്പച്ചനാണ് ഇവിടെ നിൽക്കുന്നത്. എടാ, ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അമ്മച്ചി, അമ്മച്ചി എന്നെ ഇട്ടേച്ച് പോയ അമ്മച്ചി. അയ്യോ, ഒരു കേക്ക് എടുക്കാൻ പോകുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കാറുന്നേ? നിങ്ങൾ ആരാ പോയ ശരിക്കും? എന്താണ് നിനക്ക് പറ്റിയത്? പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത്? ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാമ്പ് വേണം, അതുകൊണ്ട് വരാനില്ല നിന്നോട് ഞാൻ പറഞ്ഞോളൂ. അല്ല, നീ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്ത് തിരക്ക്? വെറോണിക്ക അവിടെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? എന്ത് പഠിക്കുന്നു? അവക്ക് അപ്പച്ചൻ ഒരു 10-16 ഭാഷ അവള് കൈകാര്യം ചെയ്യുമല്ലോ. 16 ഭാഷ അറിയാമോ? നിന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ അവളുടെ ഗീതവിളി നീ കഴിക്കണം. എനിക്ക് വിഷയമല്ല, അപ്പച്ചന്റെ മോളല്ലേ, എനിക്ക് ഒറ്റ ഭാഷകൾ അറിയാവുള്ളൂ. മിടുക്കൻ. അതെ, നിന്നെ വിളിച്ചു വരുന്നത് വേറൊന്നുമല്ല, അപ്പച്ചന്റെ അമ്മച്ചിന്റെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. മോളിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും. അയ്യോ, ദേ മോളിക്കുട്ടിയും സണ്ണിക്കുട്ടിയും വന്നു. എവിടെ? നോക്കടി, അലിയന്മാരുടെ സ്നേഹം നോക്കടി. ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കേണ്ടത്. നാളത്തേക്ക് മാറ്റി വെച്ചാ അമ്മച്ചി നാളെ മാഫി ശശി വിളിച്ചോണ്ട് വരും. ഇത് പറഞ്ഞ നമ്മളായി ശശി. തല തല്ലിപ്പൊളി കാണിക്കുക, അവന്റെ തല. അല്ല, ഈ കറപ്പാച്ചിനെ കെട്ടിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാലേ. എന്റെ മർമ്മൊന്ന് കാണിക്കാവോ? നിന്റെ മർമ്മൊന്ന് കാണിക്കാവോ? എടാ, എടാ, എന്താ പ്രശ്നം? എന്താണ് എന്റെ അപ്പച്ച ഇവൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞോണ്ട് നടക്കുന്ന എന്നാന്നറിയോ? എന്റെ അമ്മച്ചി ഇവൻ പറയാ എനിക്ക് ഗൾഫിലുണ്ടല്ലോ ഒട്ടകത്തെ കറക്കുന്ന പണിയാണെന്ന്. എന്റെ ഈ പാവ വിചാരമുണ്ടല്ലോ അവിടെ ഈത്തപ്പനെ കയറുന്ന പണിയാണെന്ന്. അതൊക്കെ മോശമായി പോയാ. ഞാൻ പറയാം, സ്വന്തമായിട്ട് വർത്താനം പറയണോ? സത്യത്തിൽ എന്താ അവിടെ പണി? എന്റെ അപ്പച്ച ഈ ഒട്ടകത്തെ കറക്കണ ഞാനാ. ഇവിടെ ആ തെങ്ങുമ്പേ കയറുന്നത് അറിയാമോ? തലം കയറുന്നതൊക്കെ അവൻ പറഞ്ഞോണ്ട് വിഷമമുണ്ടെന്നേ. അവൻ ഇവനെന്നാ പണിന്ന് ചോദിച്ചോ? അമേരിക്കയിൽ ഇവൻ എന്നാ പണിന്ന് ചോദിച്ചോ? ഞാൻ സേവ് ന്യൂയോർക്കില് ഡിപ്പാർട്ട്മെന്റില്ല. അവൻ ഓഫീസിലാണ്. സേവ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ മുനിസിപ്പാലിറ്റി തൂത്തുവാറിലാവുന്ന പണി അറിയാമോ? മൊത്തം ഒന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അതെ, വിളിച്ചു വെച്ചേക്കണ എന്നാ കാര്യം എന്താ? അതെ, അപ്പച്ചന്റെ അമ്മച്ചിയുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം ഒട്ടും പാഴാക്കണ്ട, കേക്ക് മുറിക്കാനുള്ള പരിപാടി. അയ്യോ, ഉദ്ഘാടനച്ചൻ പറഞ്ഞിട്ടുണ്ട് കേക്കിൽ തൊട്ടു പോകരുതോ. ഞാനില്ലാതെ കുമ്പസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും, കുർബാന നടത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല ഞാൻ. ഫുഡിന്റെ പരിപാടി തുടങ്ങിയില്ല. സതാനെ, നീ ദൂരെ പോകുക, നീ ദൂരെ പോകുക. നിന്നെ പോലുള്ള ജീവികളാണ് ഇവിടെ നിപ്പ വരത്തുന്നത്. ദൂരെ പോകൂ, ദൂരെ പോകൂ. അയ്യോ, വവ്വാലല്ല, വക്കീൽ. വവ്വാലിലും വായുണ്ട്, വക്കീലിലും വായുണ്ട്. നിപ്പ വായുവിലൂടെയാണ് പകരുന്നത്. നീ വായെടുത്ത് മാറി നിൽക്കുക. അയ്യോ, ഞാൻ പോത്തൻ. കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. അഡ്വക്കേറ്റ് പോത്തൻ. ഓ, അഡ്വക്കറ്റുമാരിലും പോത്തനുണ്ടോ? അഡ്വക്കേറ്റ് കുഞ്ചറിയ പോത്തൻ, മാക്കാച്ചി പറമ്പ്. മാക്കാച്ചി, അങ്ങോട്ട് മാറി നിൽക്കും. അച്ചോ, ഓ, ഞങ്ങളുടെ കുടുംബോക്കില്ല. എങ്കിൽ കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ മുറിക്കട്ടെ. സെൻട്രലിൽ നിൽക്കോ. ഇങ്ങോട്ട് മാറി നിൽക്കൂ, നടുക്ക് നിൽക്കാം. മാറി നിൽക്കോ. രണ്ടുപേരും ദൈവത്തെ നന്നായിട്ട് ധ്യാനിക്കുക. കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക. 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി. രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കും.
രണ്ടു പീസും രണ്ട് കയ്യിലെടുക്കൂ. എടുത്തോ. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ രണ്ട് കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കൂ. അത് ശരിയാവൂല. അത് ശരിയാകില്ലേ? എങ്കിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിൽ വെക്കൂ. ഞാൻ ഇതെടുത്തോളാം. എന്നാടി കൈയടിക്കും. എന്തായാലും 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർക്കിച്ചായൻ അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛാ 1 മിനിറ്റ്. വെറോണിക്ക അമേരിക്കന്ന് ലൈവിലുണ്ട്. ലൈവ് എല്ലാവരും കാണട്ടെ. അവനെടുത്താ ലൈവിൽ എന്നെ കിട്ടില്ല. അച്ഛനെടുത്ത് നിന്നെ വേണ്ട. അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കില്ലേ, അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ ഈ വർക്കിച്ചിനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പോൾ 1977. അങ്ങനെ ഞാൻ ഇവിടെ വികാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിമേടയിലേക്ക് ഈ വർക്കിച്ചൻ എന്ന് പറയുന്ന ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കോപ്പ കട്ട് പറിച്ച് തിന്നവനാണ് ഈ വർക്കിച്ചനെന്ന് പറഞ്ഞ പെരിച്ചാടി. അന്ന് ഞാനും കപ്പിയാരും കൂടി ഒരു മൽപിടുത്തത്തിലൂടെ ഈ വർക്കിച്ചനെ ഞങ്ങൾ പിടിച്ചു, തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി. നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലിക്കഴിഞ്ഞ് പോയപ്പോൾ ആ കെട്ടടിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങ കട്ടവനാണ് ഈ തേങ്ങാക്കൊള്ളൻ വർക്കി. അങ്ങനെ കപ്പയും തേങ്ങയും കെട്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർക്കി പെരിച്ചാഴിക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതിലും ഭേദം ഒരു റീറ്റെടുത്ത് എന്റെ തെങ്ങ് വെക്കണമായിരുന്നു. അച്ഛൻ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. എന്നാത്തിനോ? ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. ഭർത്താവേ, സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടീനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി വരാം. പട്ടി കടിക്കുമോ? അല്ല, അത് കടിക്കുമെന്നറിയാൻ വേണ്ടി അച്ഛൻ വരാൻ പറഞ്ഞു. എന്നാ പട്ടീനായിട്ട് കടിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ, ഞാൻ വരത്തില്ല. അപ്പഴേ അപ്പത്തിനും അമ്മച്ചിക്ക് എന്നാ ആഗ്രഹം എന്ന് വെച്ചാൽ പറഞ്ഞോ, ഞങ്ങൾ സാധിച്ചു തരാം. എന്ത് വേണേലും പറഞ്ഞു. അച്ഛൻ പറ. നീ പറഞ്ഞാ മതി. അച്ഛൻ പറ. നീ അങ്ങ് പറയണേ. ആരെങ്കിലും ഒന്ന് പറ. ഒരാഗ്രഹം പറയാനാണോ എല്ലാവരും വിളിക്കുന്നത്? ഒരു മിനിറ്റ്. ല്ലേ കല്യാണം കഴിഞ്ഞത്? അതെ. നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. ഒന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ കല്യാണം ഒന്ന് വീഡിയോയിൽ പിടിച്ച് എനിക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരാഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോട്ട് വന്നതാണ്. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണണം. വകുപ്പുണ്ട്. സെക്ഷൻ 456, 271, 326, 66. അങ്ങനെ അങ്ങ് പറഞ്ഞു പോലെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിവിടെ ഒന്ന് വിളിച്ചുകൊണ്ട കാര്യമുണ്ടോ? ഇതങ്ങനല്ല. ഇവര് വീണ്ടും വിവാഹം കഴിക്കണം. ഞങ്ങൾ വിവാഹം കഴിച്ചേക്കണതാണല്ലോ. അല്ല, അത് സാരമില്ല. രണ്ടാമത് നമുക്ക് വിവാഹം കഴിക്കാം. ഇപ്പോഴത്തെ ബന്ധോ? ഇപ്പോഴത്തെ ബന്ധം തന്നെ ഡിവോഴ്സ് അത് ചെയ്യണം. ഡിവോഴ്സ് ഒക്കെ നടക്കുമോ? പിന്നെ നടക്കും. ഇന്ന് രാവിലെയാണ് ഒന്ന് നടത്തിയിട്ടല്ലേ വന്നത്. എന്റെ നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ നടത്തുന്നത് സാധാരണ? അതെ, കഴിഞ്ഞ 32 വർഷമായിട്ട് എന്റെ പെണ്ണുപിള്ള എന്നെ പാത്രം കൊണ്ട് പാത്രം കൊണ്ട് 32 വർഷമായിട്ട് പാത്രം കൊണ്ടെറിയുന്ന പാത്രം കൊണ്ട് എറിയുകയായിരുന്നു. എന്നിട്ട് ഇന്നാണോ ഡിവേഴ്സിന് പോയത്? അല്ല, അത് ഈ അടുത്ത കാലത്ത് അവർക്ക് ഉന്നം കിട്ടിയത്. അതെ. ഇത് ഡൈവേഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കണം. നടക്കണ കേസാണ് ഇത്. പെട്ടെന്ന് വീഡിയോ എടുക്കാം. കല്യാണം കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണല്ലോ, ഫോട്ടോ എടുക്കണോ, അന്ന് ലവ് സീൻ പിടിക്കണോ. അന്ന് എന്താ ചെയ്യേണ്ടത് പറയും. അപ്പൊ അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ടൊന്നും ഇവിടെ ഇവിടെ ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കോ? ഒപ്പല്ല, കുരിശു വരയ്ക്കാൻ. ഓക്കെ, താങ്ക്സ്. സെക്ഷൻ 446 പ്രകാരം ലീഗലി
യുവർ ഓണർ നോട്ട് മൈ കക്ഷിക്കാരൻ ഈസ് നോട്ട് അറ്റാൽ കുറ്റക്കാരൻ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. മൈ കക്ഷിക്കാരൻ ഈസ് നോട്ട് അറ്റാൽ കുറ്റക്കാരൻ. അതിൻ പ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവേഴ്സ് ആയി. ഇവര് തമ്മിലൊരു ബന്ധം എന്താ വിളിച്ചത്? അച്ചായ അച്ഛായ എന്ന് വിളിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങൾ പേര് പിരിഞ്ഞിരിക്കുകയാണ്. അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീ ഒരിക്കലും അന്യ പുരുഷനെ അച്ഛായ എന്ന് വിളിക്കാൻ തിരുസഭ സമ്മതിക്കില്ല. അല്ല അവളെന്റെ കെട്ടിയോളാണ്. കിട്ടിയാലാണെങ്കിൽ ഡിവോഴ്സ് ആയി. കാര്യമില്ല. ഇനി നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. ആവശ്യമോ? അല്ല അനാവശ്യം. അനാശാസം. അനാശാസ്യം. ഒരു കാര്യം പറയാം. അന്യ ആണുക്കളുടെ അടുത്ത് നിന്ന് ചീത്തപ്പേരുണ്ടാക്കണം മാറി നിന്റെ പണ്ട് എടുത്ത പുരുഷനാണ്. ഞങ്ങളുടെ അമ്മച്ചിനെ കെട്ടണമെങ്കിൽ ഞങ്ങളുടെ പെണ്ണ് ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന പെണ്ണാണ്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറുക്കനാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ പെണ്ണ്. അതിന് ഇപ്പൊ ചേരുന്ന രീതിയിലുള്ള കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരന്റെ കുടുംബത്തിലുള്ള ഒരു ചെറുക്കനാണ് ഈ നിൽക്കുന്നത്. മനസ്സിലായോ? എന്ത് തരും നിങ്ങളെ പെണ്ണുവീട്ടുകാർ? പെണ്ണുവീട്ടുകാർ എന്ത് തരും ഞങ്ങൾക്ക്? ഈ മണമോണാഞ്ചൻ ചെറുക്കൻ എന്നാണെന്ന് നീ പറ. എന്ത് ഗുണമുണ്ടാ ഈ പെണ്ണ്? നിക്കണ നോക്കടാ, കാതലടാ, കൊള്ള അത്ര എനിക്കൊന്നും വേണ്ട, ഞങ്ങളെ കെട്ടിച്ചാ മതി. നിങ്ങളുടെ ചെറുക്കൻ എന്നാ ക്വാളിറ്റി എന്നാ ക്വാളിറ്റി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ചെറുക്കനെ എവിടെ കിട്ടാനാ? ഞങ്ങൾക്ക് നിങ്ങളെ പെണ്ണിനെ വേണ്ട. പെണ്ണ് വീട്ടിൽ നിന്ന് മൂത്ത് തറച്ചോട്ടെ. ഞങ്ങൾ അവിടെ നിന്നോളാം. കിടന്നോട്ടാ, ഇവിടെ കിടന്നോട്ടെ. അതിന് എറിവ് കൊടുക്കാനുള്ള നീ പോയി നീ അമേരിക്ക പോയി നിൽക്കും. നീ പോടി, നീ പനേ കയറാൻ പോടി. ഞാൻ വരില്ല. രണ്ടുപേരെ ഒന്നൊക്കെ വരുത്തുള്ളൂ. ഞങ്ങള് പിന്നെ കെട്ടി. ഒരുത്തന്റെ സഹായമില്ലാതെ ഞങ്ങള് കെട്ടി. ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. അപ്പൊ ഒരു കാര്യം, എന്നാണേലും നിങ്ങൾ കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ ശരി. ഇനി മക്കൾക്കുള്ള വീതം എന്നാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ തിരിച്ചു തന്നേരം. അതെന്റെ മക്കൾക്കുള്ളതാണത്. അതറിയാം ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതെന്നൊന്ന് പറഞ്ഞു തരാം. ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണല്ലോ. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ ആ മക്കൾക്ക് ഞങ്ങൾ ആ സ്വത്തുക്കൾ മുഴുവൻ കൊടുത്തേക്കാം. നല്ല തീരുമാനം. മധുരം കഴി. അപ്പന്മാരെ ഫോട്ടോ ഫോട്ടോ